ഈ രാജ്യത്ത് തങ്ങന്മാരെയും അതുപോലെ നാട്ടിലെ ഉമറാക്കളെയും ബഹുമാനിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിൽക്കാലത്ത് രൂപീകൃതമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനെ പിന്തുണക്കുവാൻ രേഖാമൂലമല്ലെങ്കിലും നാട്ടിലെ സാമുദായിക സാഹചര്യം അങ്ങനെയായതുകൊണ്ട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നതിന്റെയും ഉമറാക്കളെ ആദരിക്കുന്നതിന്റെയും ഭാഗമാണ് അവരുടെ രാഷ്ട്രീയ സംഘടനയെ പിന്തുണക്കേണ്ടത് എന്ന് അക്കാലത്തെ പണ്ഡിതന്മാർ വാഴ്ന്നു പറഞ്ഞു. ഇവിടെ ഒരു വലിയ പ്രഭാഷകൻ അയാൾ പറയുന്നതിന്റെ താല്പര്യം കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ നട്ടെല്ലുള്ള നിലനിൽപ്പ് അതുണ്ടായത് പരോക്ഷമായി അയാൾ പറയുന്നത് മുസ്ലിം ലീഗ് ഉണ്ടായിട്ടാണെന്നാണ്. ചരിത്രം എന്താണ്? ലീഗിന്റെ മുമ്പ് ഇവിടെ ആത്മീയ നായകന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സത്യമുണ്ട്, ഇതര സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ലീഗ് കേരളത്തിലുണ്ടായത് ആലിമീങ്ങളുടെ നട്ടെല്ലുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ രണ്ടാമത് പുനർജീവിപ്പിച്ച തമിഴ്നാട്ടിലെ മദിരാശിയിലെ ചെന്നൈയിലെ രാജാജിയാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ തട്ടകം. ലീഗില്ലായിരുന്നു അവിടെ. പശ്ചിമ ബംഗാളിൽ ഈ രാജ്യത്തേക്ക് പണ്ടുകാലങ്ങളിലൊക്കെ ഇലക്ഷന് വേണ്ടി പാറി വരാറുള്ള GM ബനാത്ത് വാലയുടെ നാട് മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ലീഗില്ലായിരുന്നു. എന്ത് അവിടെയുള്ള ലീഗ് 4/4 ഗതിയില്ലാതെയായി തീർന്നത്? പണ്ഡിതന്മാരുടെയും തങ്ങന്മാരുടെയും മഹത്വം പറഞ്ഞ് മുസ്ലിം ലീഗിന് പരോക്ഷമായെങ്കിലും താങ്ങു നൽകാൻ കഴിയുന്ന ഒരു പണ്ഡിത സമൂഹത്തിന്റെ അസ്തിത്വം ആ രാജ്യങ്ങളിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടുതന്നെ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും തണലില്ലാത്തത് കൊണ്ട് മുസ്ലിം ലീഗിന് അവിടെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ കേരളത്തിലോ പണ്ഡിതന്മാർ മുസ്ലിം ലീഗിനെ അകമഴിഞ്ഞ് പിന്തുണച്ചു, മുസ്ലിം ലീഗിനെ അവർ സ്നേഹിച്ചു, മുസ്ലിം ലീഗിനെ അവർ സഹായിച്ചു. എന്തേ കാരണം? അത് പാണക്കാട് കൊടപ്പനക്കലെ കുട്ടികൾ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണ്. ആദരണീയരായ ഭാവഭക്തങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണ്. അതുമായി പണങ്ങാൻ പാടില്ല. എന്നാൽ പിൽക്കാലത്ത് എന്തു സംഭവിച്ചു? സാമുദായികമായ രാഷ്ട്രീയ പ്രസ്ഥാനം സമുദായത്തിന്റെ ഉപ്പുചോറും വാങ്ങിക്കൊണ്ട് അധികാരത്തിലെത്തുമ്പോൾ ഈ സമുദായത്തെ, വിശ്വാസികളെ അവഗണിക്കുന്ന നിലപാടെടുത്തു എന്നതാണ് സത്യം. എങ്ങനെയാണ്? ചരിത്രപരമായി നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിങ്ങളുടെ സമ്പൂർണമായ പിന്തുണയിൽ അധികാരത്തിലെത്തിയിട്ട് അധികാരം കയ്യിലെത്തിയാൽ തിരിഞ്ഞുകുത്തുന്ന നയസമീപനങ്ങളല്ലാതെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അനുസ്മരിക്കാൻ കഴിയും. ഒരുപാട് രാജ്യത്തിന്റെ തെരുവുകളിൽ അത് നമ്മൾ അനുസ്മരിക്കുകയും ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തതാണ്. ആ സമയം എന്തായിരുന്നു പണ്ടുകാലത്തുണ്ടായിരുന്നത്? സുന്നികളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തി ഈ രാജ്യത്ത് പല തലതിരിഞ്ഞ സമീപനങ്ങളും എടുത്തു. കാരണം അക്കാലത്ത് മുസ്ലിം ലീഗിന് അന്ധമായി ശംസുൽ ഉലമ വിശ്വസിച്ചു, സകല ആലിമീങ്ങളും വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസം മുസ്ലിം ലീഗിന് സുന്നികളെ വഞ്ചിക്കാൻ നല്ല ചാൻസ് ഒരുക്കി എന്നതിലപ്പുറം ഈ സുന്നികൾക്ക് അവരുടെ മുഖ്യധാരാ നിലപാടിനെ സ്വീകരിക്കുവാനും അതിനെ പിന്തുണക്കുവാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല. എന്തേ കാരണം? ലീഗിന്റെ തലപ്പത്ത് തങ്ങന്മാരെ നിർത്തി, തങ്ങന്മാരുടെ വിയർപ്പും തങ്ങന്മാരുടെ ഊർജവും ദുരുപയോഗപ്പെടുത്തി ലീഗിനെ ശക്തിപ്പെടുത്തി എക്കാലത്തും അധികാരങ്ങളിൽ നിന്ന് മാറി നിന്ന ആദരണീയരായ തങ്ങന്മാർ, ആ തങ്ങന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഈ രാജ്യത്തെ വഹാബികൾ അധികാരത്തിലേറി. അതിന്റെ ബാക്കിപത്രമായിരുന്നു കോഴിക്കോടങ്ങാടിയിലെ 10-ലധികം വരുന്ന പള്ളികൾ അറബിയിൽ ഖുതുബയോതുവാനും പെണ്ണ് വരാത്ത ജുമുഅ നടത്തുവാനും വേണ്ടി വഖഫ് ചെയ്ത 10-ലധികം വരുന്ന പള്ളികൾ കോഴിക്കോട് സിറ്റിയിൽ മാത്രം സുന്നികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊഹീദ്ദീൻ പള്ളി ആരാണ് മൊഹീദ്ദീൻ പള്ളി വഖഫ് ചെയ്തത്? ആരാണ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കുക? മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് കേട്ടാൽ 1000 വട്ടം കാർക്കിച്ചു തുപ്പുന്ന വഹാബിക്ക് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പള്ളി നിർമ്മിക്കാൻ കഴിയോ? ആരാണ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കിയത്? ഔലിയാക്കളുടെ തബറുക്കും അവരോടുള്ള ഇസ്തിഗാസയും അംഗീകരിക്കുന്ന സുന്നികൾ അറബിയിൽ ഖുതുബയോതുവാനും പെണ്ണ് വരാത്ത ജുമുഅ നടത്തുവാനും വേണ്ടി വഖഫ് ചെയ്ത പട്ടാളപ്പള്ളിയും മൊഹീദ്ദീൻ പള്ളിയും ഉൾപ്പെടെ കോഴിക്കോട് സിറ്റിയിൽ മാത്രം 10-ഓളം വരുന്ന പള്ളികൾ, 10-ലധികം പള്ളികൾ. പക്ഷേ
കാന്തപുരം ഉസ്താദ് അവിടെ എങ്ങനെയാണ് ഇടപെട്ടത്? കാന്തപുരം ഉസ്താദ് കുറെ കാലങ്ങൾക്ക് മുമ്പ് കാന്തപുരം ഉസ്താദ് സജീവമായി ഇടപെടുന്നതിന്റെ മുമ്പ് കോഴിക്കോട്ടങ്ങാടിയിലേക്ക് ഒരു സുന്നി ചെന്നാൽ ആ സുന്നിക്ക് ജുമാ നിസ്കരിക്കാനുള്ള ഒരു ചാൻസ് കോഴിക്കോട് സിറ്റിയിലില്ല. കാന്തപുരം ഉസ്താദ് കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റി, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖച്ഛായ മൊത്തമായി മാറ്റിയെടുത്തതിന്റെ തുടക്കമായി കോഴിക്കോട് സിറ്റിയിലെ സാമുദായിക രംഗം മാറ്റിമറിച്ചു. ഇന്ന് സാക്ഷാൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജുമുഅയുടെ ടൈമാകുമ്പോ കോഴിക്കോട് സിറ്റിയിൽ ബസ്സിറങ്ങിയാൽ ജുമുഅ ബാത്തിലാകാത്ത ഒരറബിയിൽ ഖുതുബയോതുന്ന പള്ളി കിട്ടണമെങ്കിൽ കോഴിക്കോട് സിറ്റിയിലെ കാന്തപുരം നിർമ്മിച്ച പള്ളിയല്ലാതെ ചെറുശ്ശേരിക്ക് ആസ്വദിക്കാൻ മറ്റു മാർഗങ്ങളില്ല. അറിയോ നിങ്ങൾക്ക്? ഇതാണ് കാന്തപുരം ചെയ്ത സേവനം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ വഖഫ് ബോർഡ് വലിയ വിഷയമാണ്. വഖഫ് ബോർഡിന്റെ പേരിൽ വലിയ ഒച്ചപ്പാടുകൾ. പറഞ്ഞതു തന്നെ പറയും, ഉത്തരം കിട്ടിയാൽ മിണ്ടാതിരിക്കും. ആദ്യമായി വഖഫ് ബോർഡിന്റെ വിവാദം കത്തിച്ച ഒരു മാന്യദേഹമുണ്ടായിരുന്നു, മൂത്തേടത്തുകാരനായ റഹ്മത്തുള്ള കാസിമി. അയാളിപ്പോ ഏട്ടിലാണോ പാട്ടിലാണോ ദുന്യാവിലാണോ ആഖിറത്തിലാണോ എന്ന് കേരളീയർക്കറിയില്ല. ഇപ്പോ അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം പല ആവർത്തി പറഞ്ഞു വഖഫ് ബോർഡിൽ നിരീശ്വരവാദി കയറിയിരുന്നിട്ടുണ്ട് എന്നാണ്. ഏതാണ് നിരീശ്വരവാദി? യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിലേക്ക് മെമ്പർമാരെയാണ് ആദ്യം തെരഞ്ഞെടുക്കുന്നത്. ആദ്യം മെമ്പർമാരെ തെരഞ്ഞെടുത്തു. ഏത് മെമ്പർമാരെയാണ് തെരഞ്ഞെടുക്കുക? വഖഫ് ബോർഡിലേക്ക് മുസ്ലിം മെമ്പർമാരെയാണ് തെരഞ്ഞെടുക്കുക. MLA കോട്ടയിൽ നിന്ന് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് KV അബ്ദുൽ ഖാദർ. അങ്ങനെ മെമ്പറായി തെരഞ്ഞെടുത്തപ്പോൾ KV അബ്ദുൽ ഖാദറിന്റെ മാർഗ കല്യാണം കഴിക്കാത്തത് ചെറുശ്ശേരി ഉസ്താദൊന്നും കണ്ടില്ല. അതേ സമയത്ത് KV അബ്ദുൽ ഖാദർ മുസ്ലിം മെമ്പറായി വഖഫ് ബോർഡിലെത്തി. വഖഫ് ബോർഡിൽ നിന്ന് ഇവര് കണക്കുകൂട്ടി, നമ്മളല്ലേ പഴയ മുത്തവല്ലിമാര്, ഞമ്മക്കല്ലേ ആധിപത്യം, വഖഫ് സ്വത്തൊക്കെ ഞങ്ങളെ കയ്യിലല്ലേ. അങ്ങനെയാണ് പല ഡയലോഗ്. മഹല്ല് മുഴുവൻ ഞങ്ങളെ കയ്യിലാണ്. കാന്തപുരം ഉസ്താദിന് എവിടെ മഹല്ല്? എവിടെ മറ്റേയാക്കു മഹല്ല്? കൂട്ടരെ, ഈ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങളെ മദ്രസന്റെ കണക്ക് കൃത്യമായി പറയോ? ഞാൻ ചോദിച്ചു, ഞങ്ങളെ മദ്രസന്റെ ഒരു മദ്രസ ഞാൻ കാണിച്ചു തരാം, ഒറ്റ മദ്രസ. അവിടെ തൊട്ടടുത്തുള്ള ഒരു മദ്രസ ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ കറകളഞ്ഞ ഒരൊറ്റ മദ്രസ ചേളാരി സിലബസിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തി കാണിച്ചു തരാൻ കഴിയോ? ഞങ്ങളെ കൂടെ കടന്ന് ഞങ്ങളും കൂടി പേറ്റിനോവ് അനുഭവിച്ച് ഞങ്ങളെ കൂടി ഒപ്പ് കിട്ടിയാലല്ലാതെ വിരൽ നക്കാൻ കഴിയാത്ത സാധുക്കളെ എട്ടുകാലി മമ്മൂഞ്ഞിയുടെ ഹൊങ്കുമായി ഉലകം ചുറ്റുകയാണ് അല്ലേ? കല്ലായി പാലത്തിന്റെ ഇങ്ങോട്ടൊക്കെ നമ്മൾതാന്ന് ആർക്കും പറയാ. തലക്ക് കുറഞ്ഞ അസുഖം വേണമെന്ന് മാത്രം അല്ലേ? ഇതിലപ്പുറം നിങ്ങളുടെ ഡയലോഗിന് എന്തർത്ഥമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഏലിയ